ഇതുപോലെ ബാങ്കിൽ നിന്ന് കൊണ്ടുപോയ പണം ആരോ വന്ന് മോഷ്ടിച്ചു. അവൻ വീണ്ടും വന്നിരിക്കുക. ഇന്ന് നമ്മുടെ വാനിൽ നിന്ന് പണം മോഷ്ടിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുക. എടോ, നമുക്ക് ഇവനെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കണം. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങളോ? ഞാൻ വാന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു പുറകെ വന്നോണ്ടിരുന്നേ. പക്ഷെ ഇതറിയാതെ നിങ്ങൾ എല്ലാരും എന്നെ തല്ലി ചതച്ചല്ലോ. അതും ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്. ശരി, കുഴപ്പമില്ല, അതൊന്നും സാരില്ലാതെ. നിങ്ങൾ എന്നെ കൂടെ ഒന്ന് പൊക്കിയെടുത്തേ, മനസാക്ഷിയില്ലാത്ത മനുഷ്യരെ. ലഡ്ഡു സിംഗ് സാറേ, വാനിന്ന് പണം കളവ് പോയി. എനിക്കറിയാം ഇങ്ങനെ തന്നെ സംഭവിക്കില്ലോ എന്ന്. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ആ കള്ളന് ധൈര്യം ഉണ്ടാവില്ലായിരുന്നു വാൻ മോഷ്ടിക്കാൻ. ഞാൻ ഇപ്പൊ തന്നെ എത്തിക്കോളാം, വെയിറ്റ് ചെയ്യ. ശിവ, സർ, നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ, ഞാൻ ഉടനെ എത്താം. എന്റെ അടുത്തൊരു നല്ല പ്ലാൻ ഉണ്ട്, കേൾക്കൂ. ഓക്കെ ശിവ, ഓക്കെ, ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. ആക്ച്വലി ഈ പ്ലാൻ എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. നമ്മുടെ രണ്ടുപേരെ ചിന്തകളും ഒരേപോലെ തന്നെ ഉണ്ടല്ലേ? നോക്കൂ മിസ്റ്റർ സിദ്ധേശ്വർ, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ സ്ഥലം വിട്ട് ഇവിടെ നിന്ന് പോയേ പറ്റൂ. ആ കുട്ടിയാണെങ്കിലോ പോലീസുകാരെക്കാളും ഭയങ്കര കേമനാ. അത് കണ്ടോ, ഇപ്പോഴും എന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുക. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നീ മോഷ്ടിക്കുന്ന സമയത്ത് ഞാനേ ഒരു CCTV ഉള്ള ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടറുമായി സംസാരിക്കുകയായിരുന്നു. നീ ധൈര്യമായിട്ട് താഴോട്ട് ചെല്ല്. അവര് മോഷണത്തിന്റെ കാര്യവും പറഞ്ഞ് എന്റെ അടുത്ത് ചോദിക്കാൻ വരുമ്പോ ഞാൻ CCTV ഫുട്ടേജ് കാണിക്കുമല്ലോ. വന്നല്ലോ വനമാലകൾ. വീണ്ടും എന്നെ കള്ളനാക്കാനുള്ള ശ്രമത്തിലാണോ? ഇത്തവണ നിനക്ക് പറയാനാവില്ല, ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് മുഖം കാണാൻ പറ്റില്ലത്. കാരണം ഇത്തവണ നിങ്ങൾ ഹെൽമെറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. എന്താ പറഞ്ഞ്? അല്ല, ഞാൻ വേദാസ് ഹോസ്പിറ്റലായിരുന്നല്ലോ. അവിടെ നിന്നല്ലേ ഇപ്പോഴും ഇങ്ങോട്ട് വന്നത്. വേണമെങ്കിൽ നിങ്ങൾ ചെന്ന് CCTV നോക്കിയോ. അതിനൊന്നും ഒരു ആവശ്യമില്ല.
ഞാനും ശിവയും നീ വാനിന്ന് പണം മോഷ്ടിച്ച് രക്ഷപ്പെടുന്ന നേരിട്ട് കണ്ടതാണ്. ഇനിയിപ്പോ ഇതിന് CCTV ഫുട്ടേജ് ഒന്നും ആവശ്യമില്ല, മനസ്സിലായ കള്ള? നീ വേഷം കെട്ടെടുക്കാണോ? നിനക്ക് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് സാർ ഭയങ്കര ബുദ്ധിപൂർവമായി പിടികിട്ടാപ്പുള്ളിയായ ജാക്ക് എന്ന കള്ളനെ പിടിച്ചിരിക്കുന്നു. നാളെ രാവിലെ പോലീസ് വാനിൽ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. ഇനി ലഡ്ഡു സിംഗ് സാറിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. ഞാനിപ്പോ എന്താ പറയാ, എന്റെ ബുദ്ധി പ്രയോഗിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ കള്ളനെ കണ്ടുപിടിച്ചത്, മനസ്സിലായോ? നാളെ തന്നെ ഈ കള്ളനെ സെൻട്രൽ ജയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എനിക്ക് ഡിപ്പാർട്ട്മെന്റിനോട് ഒന്നേ പറയാനുള്ളൂ, വഴിയിൽ എന്ത് സംഭവിച്ചാലും ശരി ജയിലിൽ എത്തുന്നവരെ വണ്ടി എവിടെ നിർത്താൻ പാടില്ല, മനസ്സിലായോ? കള്ളൻ രക്ഷപ്പെടാൻ പാടില്ലല്ലോ, അതുകൊണ്ടാ. പിന്നൊരു കാര്യം, കള്ളനെ പിടിക്കാനായിട്ട് ശിവ നിങ്ങളെ സഹായിച്ചെന്ന് കേട്ടല്ലോ. എന്താ ഇത് ശരിയാണോ? അതായത് ശിവ ചെറിയ സഹായമല്ല, വലിയ സഹായം തന്നെ ചെയ്തിരിക്കുന്ന. കാരണം കള്ളനെ പിടിച്ചത് ശിവയാണ്. ഞാൻ അവനെ കണ്ട് ഈ വിലം കിട്ടത് മാത്രമേ ഉള്ളൂ. മണ്ടന്മാര്, ഒരു കാശിന് കൊള്ളാത്തവര് വായ തുറന്ന കള്ളത്തരം മാത്രമാണ് പറയുന്നത്. എന്റെ ചേട്ടനെ ചതിയിൽ അകപ്പെടുത്തി കൊണ്ടുപോയിട്ട് എന്നിട്ട് എന്റെ പേര് പറഞ്ഞ് നടക്കുന്നു. എന്നാ ഞാൻ ഓരോരുത്തരെയും വെറുതെ വിടില്ല. ലഡ്ഡു സിംഗ് സർ, നിങ്ങൾ നോക്കൂ, കള്ളൻ വാനിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. വന്നേ, എല്ലാവരും ഒന്ന് വേഗം വന്നേ. ഹലോ അങ്കിൾ, ഇത് എങ്ങനെയുണ്ട്? നിങ്ങളുടെ ചേട്ടൻ ജയിലിലാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരാനുള്ള ഞങ്ങളുടെ പ്ലാൻ ആയിരുന്നു ഇതൊക്കെ. എങ്ങനെയുണ്ട്? നീ എന്തിനാ എന്റെ പുറകെ എങ്ങനെ നടന്ന് ശല്യം ചെയ്യുന്നേ? കുട്ടികളുടെ പ്രായത്തിൽ കളിച്ചു നടക്കാതെ ഇതിലൊക്കെ എന്തിനാ വെറുതെ തലയിടുന്നേ? നിന്നെ തല്ലി ചതച്ചിട്ട് തന്നെ ബാക്കി കാര്യം. പിന്നെ നീ ഒരിക്കലും മുതിർന്നവരുടെ കാര്യത്തിൽ തലയിടില്ല. നിന്നെ എന്റെ കയ്യ നീ കണ്ടില്ലേ, വലിയൊരു ഫൈറ്റാ നടക്കുന്ന വാനിനകത്ത്. വണ്ടി നിർത്തട്ടെ? വേണ്ട, നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. സെൻട്രൽ ജയിലിൽ എത്തുന്നത് വരെ, ലഡ്ഡു സിംഗ് സാർ പറയുന്നത് വരെ വാൻ എവിടെയും നിർത്താൻ പാടില്ലെന്ന്. താൻ ഓടിക്കടോ. എന്റെ നടുവേ, നിന്നെ ഞാൻ വിടില്ല. എന്തൊക്കെയുണ്ട് മോനെ ദിനേശ? കള്ളന്റെ കയ്യില് വിലങ്ങിടാനുള്ള ഒരു അവസരം എനിക്കും തരണേ മോനെ ദിനേശ.
ആ